എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണകലാഃ ശാന്താഃ ഭജന്തി ഹ്യനസൂയവാ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണകലാഃ ശാന്താ ഭജന്തി ഹ്യനസൂയവാ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. മുമുക്ഷവഃ അഥ ഘോരരൂപാൻ ഭൂതപതീൻ ഹിത്വാ ശാന്താഃ അനസൂയവഃ നാരായണകലാഃ ഭജന്തി. ഒന്നുകൂടി അന്വയം നോക്കാം. മുമുക്ഷവഃ അഥ ഘോരരൂപാൻ ഭൂതപതീൻ ഹിത്വാ ശാന്താഃ അനസൂയവഃ നാരായണകലാഃ ഭജന്തി. ഇനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. മുമുക്ഷവഃ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീൻ അഥ നാരായണകലാഃ ശാന്താഃ ഭജന്തി ഹി അനസൂയവഃ. ഒന്നുകൂടി പദമായിട്ട് നോക്കാം. മുമുക്ഷവഃ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീൻ അഥ നാരായണകലാഃ ശാന്താഃ ഭജന്തി ഹി അനസൂയവഃ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. മുമുക്ഷവഃ മോക്ഷം ആഗ്രഹിക്കുന്നവർ, ഘോരരൂപാൻ ഭയാനക സ്വഭാവമുള്ള, ഹിത്വാ ഉപേക്ഷിച്ച്, ഭൂതപതീൻ ഭൂതങ്ങളുടെ അധിപന്മാരെ ദേവതകളെ, അഥ പിന്നെ തുടർന്ന്, നാരായണകലാഃ നാരായണൻ്റെ അവതാരസ്വരൂപങ്ങൾ ആ ദിവ്യരൂപങ്ങൾ, ശാന്താഃ ശാന്തസ്വഭാവമുള്ളവർ, ഭജന്തി ആരാധിക്കുന്നു, ഹി തീർച്ചയായും, അനസൂയവഃ അസൂയയില്ലാത്തവർ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. മോക്ഷം ആഗ്രഹിക്കുന്നവർ ഭയത്തെയും ഘോരത്വത്തെയും ശക്തിപ്രദർശനത്തെയും തിരഞ്ഞെടുക്കുന്നില്ല. അവർ ശാന്തിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. അസൂയയും ദ്വേഷവും ഹൃദയത്തിൽ ഇല്ലാത്തവർ അവരാണ് യഥാർത്ഥ മുമുക്ഷുക്കൾ. നാരായണൻ്റെ ശാന്തസ്വരൂപത്തെ ആരാധിക്കുന്നു. മോക്ഷം ഭയത്തിലൂടെ അല്ല, ശാന്തിയിലൂടെയാണ് ലഭിക്കുന്നത്. ശാന്തി അസൂയരഹിത ഹൃദയത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം ഇവിടെ പറയുന്നു, മുമുക്ഷുക്കൾ നാരായണനെ ഭജിക്കുന്നു. ഈ ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ശ്ലോകങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.